Su-57 ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യൽസ് തള്ളിക്കളഞ്ഞതാണ്. അവരുടെ വായിന്നാണ് വരുന്നത്. അവർ മോദി ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴും പാർട്ട് ആൻഡ് പാർസൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് എയർഫോഴ്സ് ഒഫീഷ്യൽസിനെ കൺവിൻസ് ചെയ്യുന്നത്? Su-57 അത് മാറ്റർ ചെയ്യും. അതേപോലെ സ്പെയർ പാർട്സിനെ മാറ്റർ ചെയ്യും. ഈ ജോയിൻറ്റ് വെഞ്ചർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലല്ല ഇത് സാധനം അവിടുന്ന് കൊണ്ടിരുന്ന് ഇന്ത്യ ഫിറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ചില സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്, ചില സാധനങ്ങൾ മാത്രം ഇന്ത്യ, ഇപ്പോൾ ടയറോ ട്യൂബോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം അവരുടെയാണ്. അതിൻ്റെ കംപ്ലീറ്റ് സർവീസ് അവരാണ് ചെയ്യേണ്ടത്. Su-57 ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞുള്ള പ്രശ്നം അവർ പറഞ്ഞാൽ എൻ്റേതായ അനാലിസിസ് ഞാൻ പറയാം. അതിനൊരു എക്കോസിസ്റ്റം ഉണ്ട് എപ്പോഴും. അപ്പോൾ അമേരിക്ക ഈ ഒരു പറയുന്നൊരു എക്കോസിസ്റ്റത്തിൻ്റെ അകത്തോട്ട്, അതായത് അമേരിക്കൻ ചോപ്പർ ഇന്ത്യ മേടിക്കുന്നു, മറ്റുള്ള ഹെലികോപ്റ്റർ വാങ്ങുന്നു, എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നു, ഇസ്രായേലി എക്യുപ്മെൻറ്റ്സ് പലതിൻ്റെ അകത്ത് നാവിഗേഷൻ സിസ്റ്റമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് മേടിച്ച സുക്കോയ് ഉൾപ്പെടെ പലതിൻ്റെ അകത്തും IL ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് റഷ്യയിൽ നിന്ന് വാങ്ങി. അത് മുഴുവൻ അപ്ഗ്രേഡ് ചെയ്യുന്ന ഇസ്രായേലി കമ്പനികളാണ്. ഫർദർ അതിൻ്റെ അകത്തോട്ട് ഈ റഷ്യൻ സാധനം ഇനിയും കൊണ്ടുവരാൻ അമേരിക്ക സമ്മതിക്കത്തില്ല. അമേരിക്ക വീണ്ടും ഫർദറായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ അൺഡിക്ലെയർഡ് ആയിട്ട് പല സാധനവും തരത്തില്ല. ഇവിടെ മോദി കാണിച്ചൊരു വലിയൊരു ഗെയിമുണ്ട്. ബ്രിട്ടന് കൊടുത്തു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സ്റ്റോം ഷാഡോ, അമേരിക്കയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ച് പല സാധനങ്ങളും സൈൻ ചെയ്യുന്നു. ബേസിക്കലി ആരാണ് ഭയന്നത്? ഇന്ത്യ പേടിച്ചു ഇന്ത്യക്ക്. അതുകൊണ്ടാണ് അമേരിക്കയെ തള്ളാൻ പറ്റത്തില്ല ഇന്ത്യക്ക് ഒരു കാരണവശാലും. അതാ പറഞ്ഞത്, കഴുത്തു കൊണ്ടുപോയി അമേരിക്കയുടെ കക്ഷത്തിനിടയ്ക്ക് കൊണ്ട് വെച്ചിട്ട് തിരിച്ച് പിടിച്ച് വലിക്കാൻ നടക്കുന്ന ഗെയിമൊന്നും അല്ല അത്. അതാ പറഞ്ഞ അമേരിക്കയ്ക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, ഇന്ത്യക്ക് ഓപ്ഷൻസ് കുറവാണ്. അതാ പറഞ്ഞ് എടുത്തുചാട്ടം പലതിനും ഒരു വഴിയല്ല.